ഇടത്തിലേക്ക് സ്വാഗതം വരുന്നതാണ്. ഇന്ന് നമുക്കൊരു മീനച്ചാറിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ആദ്യം തന്നെ കണ്ടോ 1 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസുകളായിട്ട് മുറിച്ചതാണ്, ഒരുപാട് വലിപ്പമില്ല. നമ്മൾ കഷ്ടിച്ച് മേടിക്കുന്നവർ കടയിൽ പറഞ്ഞാൽ മതി, അവർ അച്ചാറിനാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വലുതല്ലാത്ത കഷ്ണങ്ങൾ മുറിച്ച് തരും കേട്ടോ. ഞാൻ വല്ലാതെ അങ്ങ് ചെറുതാക്കിയിട്ടുമില്ല, കാരണം അത് പൊടിഞ്ഞു പോവാതെ കിട്ടണം. അപ്പോൾ 1 കിലോ മീനാണുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയാണ്, നൈസായിട്ട് പൊടിച്ച പൊടിയാണ് കേട്ടോ, തരിതരിപ്പല്ല. വളരെ കുറച്ച് കുരുമുളക് പൊടി, ചെറിയ സ്പൂണാണിത് കേട്ടോ. അതിലിടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആയതായിട്ട് തോന്നരുത്. പിന്നെ കാശ്മീരി ചില്ലിയാണ് നമ്മളുടെ. അപ്പോൾ ഒരുപാട് മസാല ഈ ആദ്യം തന്നെ വറുക്കി പുരട്ടി വെച്ചിട്ട് നമ്മുടെ 1/2 മണിക്കൂർ ഇത് പുരട്ടി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് കാശ്മീരി ചില്ലി. പിന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പുരട്ടി വെക്കുന്നത്. നല്ലോണം വേണ്ട. പിന്നെ അച്ചാറിലേക്ക് കുറച്ച് അധികമായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അച്ചാറായതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് പിടിച്ചിരുന്നിട്ട് നമുക്ക് കൂടിപ്പോകില്ല. മറ്റേ ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണേ. ഞാൻ വെളിച്ചെണ്ണയിലാണ് മീൻ വറുക്കുക, അച്ചാറിടുന്നത് നല്ലെണ്ണയിലുമാണ്. അപ്പോൾ ഇത് നമ്മളിതാ ഇങ്ങനെ മീൻ വല്ലാതെ ഉടഞ്ഞു പോവാതെ നമ്മൾ പുരട്ടണം കേട്ടോ. മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ വേണം പുരട്ടി വയ്ക്കാൻ. എന്നിട്ട് ഇത് 1/2 മണിക്കൂർ അവിടെ വെക്കണം. അപ്പോൾ ഇതൊന്നിവിടെ ഇങ്ങനെ മൂടി വയ്ക്കും, അവിടെ ഇരിക്കട്ടെ. മീൻ വറുക്കാൻ വേണ്ടി ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. വെളിച്ചെണ്ണയാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ല അസലായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല ചൂട് വേണം കേട്ടോ, നല്ല ചൂടിലോട്ട് വേണം നമ്മളിടാൻ. അപ്പോൾ നമ്മുടെ മീന് പുരട്ടി വെച്ചിരിക്കണേയാണെന്ന് തവി വെച്ചൊന്ന് അഴച്ച് ഇത് വേണം. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് ഉടനെ ഇളക്കണ്ട, അങ്ങനെ കിടക്കട്ടെ. വെളിച്ചെണ്ണ കണ്ടമാനം ബാക്കി വരുന്ന പോലെയല്ലേ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വറുത്തിട്ട് നമുക്ക് പിന്നെ ഊറ്റി ഇവിടെ വയ്ക്കാനുണ്ടാവരുത്, ഇതൊന്ന് തീരണം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ ഇങ്ങനെ ഇളക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. മസാലയൊന്നും ഒത്തിരി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാടൊന്നും ഇല്ല. എന്നാലും ഇത് നമ്മളൊന്നിങ്ങനെ ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്, ഇതിങ്ങനെ കോരി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കോരി വെക്കുകയാണ്. ഇതിപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാനുള്ളതേ ഉള്ളൂ. 1 കിലോ മീനല്ലേ ഉള്ളൂ. പക്ഷെ ഞാനപ്പോൾ എണ്ണ വെറുതെ ഇവിടെ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് വരണ്ടാന്ന് ഓർത്തിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. അതാണ് ഈ 2-3 ട്രിപ്പൊക്കെ ഒഴിക്കാൻ ഉണ്ടാവുന്നത്. ഒഴിക്കാൻ 2-3 ട്രിപ്പൊക്കെ നമുക്ക് ഇടാൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ്
മീനൊക്കെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇതാണ്, ഇത്രയാണ് 1 കിലോ വറുത്തിട്ട് ഇതാ ഇത്രയാണുള്ളത് കേട്ടോ. പിന്നെ വറുക്കുമ്പോൾ ചുരുങ്ങി പോകും, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇതിന് മാറ്റി ഉരുളി വീണ്ടും കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ നല്ലെണ്ണയാണ് ഇനി നമ്മൾ നല്ലെണ്ണയിലാണ് ഇടുന്നത്. ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണ ഇത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത്, അത്രയും ഒഴിച്ചു. അത് വേണ്ടി വരും, പോരെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ആ മീൻ വറുത്ത് വെളിച്ചെണ്ണ കൂട്ടാം, വേറെ ഇല്ല. നല്ലെണ്ണ മാത്രം ഇടുന്നത് നല്ലത്, നമുക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ 1 കിലോ ആയതുകൊണ്ടേ വല്ലാത്ത ലാസ്റ്റ് ചെയ്യിക്കലൊന്നും ഉണ്ടാവില്ല, അത് കഴിച്ചു തീർക്കും. അപ്പോൾ 1/2 സ്പൂണ് പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ. 3/4 സ്പൂൺ വേണം. അത് നല്ലോണം പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വലിയ 2 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ. അതായത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇടത്ത് കീറി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൽ കിടന്നൊന്നും അങ്ങോട്ട് നോക്കട്ടെ. വലിയൊരു പീസ് ഇഞ്ചി കേട്ടോ, അതും കാലം കുറച്ച് നീട്ടത്തിൽ അരിഞ്ഞതാണേ. 1 കിലോയുടെ അളവാട്ടോ ഈ പറയുന്നതല്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടിയിരുന്നാലും രുചി തന്നെയാണ്, തീരെ കുറച്ച് ആവരുത്. ഞാൻ എന്താ വലിയ വെളുത്തുള്ളിയാന്ന് പറഞ്ഞല്ലോ, അതാ ഇതാണ് കേട്ടോ, ഇങ്ങനെയായിരുന്നു. അപ്പം 3-4 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി, എന്നിട്ട് അതാ കുറച്ച് ഉപ്പും തുള്ളി വിനാഗിരിയും ചേർത്ത് നല്ലോണം ആ പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ. വിനാഗിരി വെള്ളത്തിന് പകരമാണ് വിനാഗിരി ചേർക്കണം കേട്ടോ. ഇത്രയും മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പച്ചമുളക് ചേർക്കുകയാണ്. ഒരു 4-5 പച്ചമുളകുണ്ട്. ഇതാ കറിവേപ്പില കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച ആ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ അരിഞ്ഞ് കുറച്ച് ചേർത്തെങ്കിലും നമ്മുടെ ഇതിന് കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത്. ഒന്നൊക്കെ കിടന്ന് മൂക്കട്ടെ. സമയത്ത് നമ്മളിത് ഉരുളിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നല്ല ചൂട് പഴുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ തീ അങ്ങോട്ട് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്തിട്ട് നല്ലോണം കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾ ചുവയ്ക്കൊന്നുമില്ല, അച്ചാറിനാണ്. ഞാൻ നന്നായിട്ട് ഇതാ ഇങ്ങനെ. ഇപ്പോഴും ഇത് തിളയ്ക്കുന്നത് നമ്മൾ അടുപ്പ് ഓണല്ല. അപ്പോൾ ഇതാ 1 2 3 4 5 ഇത്രയും കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ ഒരു നല്ല കൊഴുപ്പാട്ടോ നമ്മുടെ അച്ചാറിന്. കുറച്ച് കൊഴുപ്പും കിട്ടും, നല്ല നിറവും കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വലിയ 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തുന്നുണ്ട്. എന്നിട്ട് ഈ സമയത്ത് ഇതിന് ചൂട് പോരാന്ന് തോന്നുകയാണെങ്കിൽ അടുപ്പൊന്ന് ഓണാക്കി കൊടുക്കാം. ഈ ചാരിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഇത് മൂത്തതിന് ശേഷമാണ് നമുക്ക് ഇത് ചേർക്കാൻ പറ്റുള്ളൂ, മീനൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പം മൂപ്പിക്കണം കേട്ടോ.
അപ്പൊ ഇത് ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാനിപ്പോ അടുപ്പ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്നുകൂടെ ഇത് മൂത്ത് കിട്ടണം കേട്ടോ, നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം. അപ്പൊ ഇനി ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് നല്ലോണം അത് മൂപ്പിക്കും. അപ്പം നല്ലോണം ഇതാ മൂത്തിട്ടുണ്ട്. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു വാസനയാണ് കേട്ടോ, മുളകിന് നമുക്കത് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ടിത് മൂത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ വറുത്തപ്പോൾ അത്യാവശ്യം നല്ലോണം ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു ഓർമ്മ വേണം. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ അടിച്ചൊഴിച്ചു. അപ്പോൾ ആ ഒരു ഓർമ്മ വേണം. അപ്പോൾ ഒരു സ്പൂൺ മുന്നോട്ട് വേണം എന്തായാലും ഉപ്പ്. അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു. ഞാൻ ഇതുപോലെ ഒരു കപ്പിന് ഒരൊറ്റ കപ്പാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളുത്തുള്ളി, അല്ല വിനാഗിരി. അപ്പോൾ ഇത് പോരെങ്കിൽ നമ്മളിനി ചേർക്കും. എന്തായാലും ആദ്യം ഇതൊന്ന് ലേശം ഒഴിച്ചിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. വിനാഗിരി തിളച്ചാലേ എൻ്റെ ഒരു കുത്തുന്ന ഒരു ഇതുണ്ട്, ടേസ്റ്റ് വിനാഗിരിക്ക് അത് പോകുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉലുവ നേരത്തെ നല്ലോണം ചേർത്തതാണ്. എന്നാൽ ഈ സ്പൂണിന് ഒരു സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കായാണ്. അച്ചാറിന് കായം വേണം കേട്ടോ, കായം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു രുചി. അപ്പം അതുപോലെ തന്നെയുള്ള അത്ര തന്നെ സ്പൂണ് കായം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അച്ചാറിൻ്റെ ഒരു രുചി വരുള്ളൂ. മീനല്ലെങ്കിൽ നമ്മൾ എടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്ന കല്യാണ മീൻ കറിക്കൊക്കെ കായം ചേർക്കും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഈ മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഗ്രേവി വേണ്ടവർക്ക് തിളപ്പിച്ച് വെള്ളം അതിൽ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് കുറച്ച് ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലേ പിന്നെ വെള്ളം ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. വെള്ളം ഉപയോഗിച്ചാൽ പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ എത്ര ലാസ്റ്റ് ചെയ്യുന്നു നമുക്ക് അറിയൂല. ഇതൊന്ന് ഇരുന്ന് പതുക്കെ ഒന്ന് പൊതിഞ്ഞിരുന്നൊന്ന് വെന്തിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരട്ടെ കേട്ടോ. മീനൊന്ന് അപ്പൊ എനിക്ക് അതിന്റെ ഗ്രേവിക്ക് ഞാൻ വീണ്ടും വിനാഗിരിയെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ കപ്പിന് ഇതാ ഇതൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ചു നേരം നല്ല സിമ്മിലായിട്ടിരിക്കണേ. ഒന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആയിട്ടൊന്ന് പതുക്കെ തിളച്ച് പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളിതായിട്ട് തുറന്നു നോക്കുന്നു, കണ്ടോ നല്ലയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇത് ആറിയതിനു ശേഷം ഇത് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇത് ആറിയതിനു ശേഷം നമ്മൾ കുപ്പിയിലാക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പൊ എല്ലാവർക്കും റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്